بسم الله الرحمن الرحيم قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളാണ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാനും പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. കിതാബ് തൗഹീദിൽ തുടർന്നുള്ള അധ്യായം ബാബു തഫ്സീരി തൗഹീദി വശഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിൻ്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെയും തഫ്സീറായി ഒരധ്യായം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകുകയാണ്. അതിൽ ഏതാനും വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസുമാണ് ഷെയ്ഖ് അവർകൾ നൽകിയിട്ടുള്ളത്. പ്രസ്തുത ആയത്തുകൾ വഖൗലുല്ലാഹി തആല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് വഖൗലിഹി അല്ലെങ്കിൽ വഖൗലുഹു വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ വഖൗലുഹു اتخذوا أحبارهم ورهبانهم أربابا من دون الله وقوله ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. هذا آياتകൾ. حديث وفي صحيح عن النبي صلى الله عليه وسلم أنه قال من قال لا إله إلا الله وكفر بما يعبد من دون الله حرم ماله ودمه وحسابه على الله عز وجل. باب تفسير التوحيد وشهادة أن لا إله إلا الله. തൗഹീദിന്റെ തഫ്സീർ നിർവഹിക്കുന്ന ബാബ്. അതേപോലെ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെയും തഫ്സീറുള്ള ബാബ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ വിവരണമാണ്, വിവരിക്കലാണ്, വ്യക്തമാക്കലാണ്. തഫ്സീർ തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിനെ വ്യക്തമാക്കൽ. ഈ ആയത്തിൽ 4 ആയത്തുകൾ നമ്മൾ കേട്ട്, ഒരു ഹദീസും കേട്ട്. ഇവിടെ അത്തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം തൗഹീദിന് 3 ഇനങ്ങളുണ്ട്. തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 ഇനങ്ങളുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ അഹദിന്റെ അല്ലാണ്, ഒരു പ്രത്യേക തൗഹീദാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത്, തെളിവുകൾ അറിയിക്കുന്നത് ഇത് തൗഹീദുൽ ഉലൂഹിയത്താണ്. അപ്പൊ തൗഹീദുൽ ഉലൂഹിയയെ വിവരിക്കുന്ന അധ്യായം. അതേപോലെ വശഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിനെയും വിവരിക്കുന്ന അധ്യായം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഷഹാദത്ത് 3 കാര്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾ മലയാളത്തിൽ സാക്ഷ്യം എന്ന് പറയും. അറബിയിൽ ഭാഷാപരമായിട്ടും ശർഈയായിട്ടും സാക്ഷ്യമാകണമെങ്കിൽ, ഷഹാദത്താകണമെങ്കിൽ ഇഅ്തിഖാദും നുതുഖും അതേപോലെ തന്നെ അമലും ഉണ്ടാകണം, ഇഖ്ബാറും ഉണ്ടാകണം. അമൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇഖ്ബാർ എന്ന് പറഞ്ഞാൽ, ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം വേണം. വിശ്വാസം വേണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ അറിവ് വേണം, ദൃഢതയും വേണം. അപ്പോൾ ഇഅ്തിഖാദ് വേണം എന്ന് പറയുമ്പോൾ അറിവോട് കൂടി, യഖീനോട് കൂടിയിട്ടുള്ള ഇഅ്തിഖാദ്, വിശ്വാസം, അത് ഖൽബിൻ്റെ അമലാണ്. അപ്പോൾ ഹൃദയത്തിൽ അറിവും ദൃഢബോധവും ഉള്ള വിശ്വാസം, അത് ഷഹാദത്തിന് ഒന്നാമതായി വേണം. രണ്ടാമത്തേത് ഷഹാദത്ത് നാവുകൊണ്ട് നിർവഹിക്കണം. അഥവാ അന്നുത്വഖു ബിൽ ലിസാൻ, നാവുകൊണ്ട് മൊഴിയണം. അപ്പോഴാണ് ഷഹാദത്താകുക. മൂന്നാമത്തേത് ഷഹാദത്ത് നിർവഹിക്കണം. എങ്ങനെ നിർവഹിക്കണം? മറ്റുള്ളവരോട് പറഞ്ഞിട്ട്. അതാണ് ഷഹാദത്തിന്റെ പ്രത്യേകത. സാക്ഷ്യം പറയണം. ആരോട് പറയണം? സാക്ഷ്യം സ്വന്തം മൊഴിയുന്നതോടൊപ്പം മറ്റുള്ളവരോട് പറയണം. അപ്പൊ നുതുഖ് വേണം, ഇഖ്ബാറും വേണം, ഇഅ്ലാമ് വേണം, മറ്റുള്ളവരോട് പറയണം. അപ്പൊ ഷഹാദത്ത് എന്നിവിടെ പ്രയോഗിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കൽബിൽ അറിഞ്ഞ്
ദൃഢബോധത്തോടുകൂടി വിശ്വസിക്കണം. ഇൽമോടും യഖീനോടും കൂടിയും ഇഅ്തിഖാദ് വേണം. പിന്നെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നുത്ഖ് വേണം, ഉച്ചാരണം വേണം. അതേപോലെ തന്നെ ഷഹാദത്താകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞ് ദൃഢബോധത്തിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് നുത്ഖ് ചെയ്തത് മറ്റുള്ളവരോട് ഇഖ്ബാർ പറയണം, ഇഅ്ലാം അത് വിളംബരം ചെയ്യണം, വെളിപ്പെടുത്തണം, മറ്റുള്ളവരോട് പറയുകയും വേണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെയും തഫ്സീർ നിർവഹിക്കുന്ന അധ്യായം എന്നാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? പലപ്പോഴും നമുക്ക് വന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ 4 കലിമത്തുകളാണുള്ളത്, 4 അൽഫാദ്, ലഫ്ദുകൾ. ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്. ലാ എന്ന് പറഞ്ഞാൽ വ്യാകരണം പഠിച്ചവർക്കറിയാം, ലാ നാഫിയ ലിൽ ജിൻസാണ്. അത് ഇന്നയുടെ അമല് ചെയ്യുന്ന എന്നാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്ന അഖവാത്ത് എന്ന് പറയും വ്യാകരണത്തിൽ. ലി ഇന്ന അന്ന ലൈത ലാകിന്ന ലഅൽ കഅന്ന അക്സു മാലി കാന മിൻ അമൽ. ഇന്നയും ഇന്നയുടെ സഹോദരിമാരുണ്ട്. അത് മുബ്തദ ഖബറിന് മുമ്പിൽ വന്നിട്ട് മുബ്തദ ഇന്നയുടെ ഇസ്മ എന്ന നിലക്ക് അതിന് നസ്ബും ഖബറിന് റഫ്ഉം ചെയ്യും എന്നുള്ള വിഷയം. ഈ ഇന്നയുടെ അമല് ആര് ചെയ്യും? നമ്മൾ പറഞ്ഞിരുന്ന ഈ ലാ ചെയ്യും. ഇബ്നു മാലിക് പറഞ്ഞു, അമല ഇന്ന ജഅൽ ലിലാ ഫീ നകിറത്തിൻ. അമല ഇന്ന, ഇന്നയുടെ അമൽ, ഇജഅൽ ലിലാ നീ ലാക്ക് നൽകിക്കോ, ഫീ നകിറത്തിൻ നകിറയുടെ സിയാഖിൽ ലാ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ള ലഫ്ദിന് ശേഷം നകിറ വന്നാൽ, ഇപ്പൊ ലാ ഇലാഹ എന്നുള്ള ഉണ്ടോ, ഇലാഹ എന്നുള്ളത് എന്താണ്? നകിറയാണ്. ഇങ്ങനത്തെ സിയാഖിൽ ലാ വരുമ്പോൾ അതിന് ഇന്നൻ്റെ അമല് നൽകിക്കോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നക്ക് ശേഷം മുബ്തദ ഖബർ വരും. ഇന്നെന്ത് ചെയ്യും? മുബ്തദ അതിൻ്റെ ഇസ്മ എന്ന നിലക്ക് അതിന് നസ്ബ് ചെയ്യും, ഖബറിന് റഫും ചെയ്യും. ഇതേപോലെ നീ ലാക്കും ചെയ്തോ എന്നാണ്. അപ്പൊ ലാക്ക് ശേഷം എന്ത് വരും? ലാൻ്റെ ഇസ്മു വരും, ലാൻ്റെ ഖബറും വരും. ഇന്നൻ്റെ അമലാണ് ചെയ്യേണ്ടത്. അപ്പൊ ലാ ഇസ്മിന് നസ്ബും അതിൻ്റെ ഖബറിന് റഫ്ഉം ചെയ്യും. ആ ലായാണിത്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 4 ലഫ്ദുകളാണുള്ളത് പറഞ്ഞത്. ലായെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് ഇന്നൻ്റെ അമലാണ് ചെയ്യുക. അപ്പൊ ലാക്ക് ശേഷം എന്ത് വേണം? മുബ്തദ ഖബർ വന്നിട്ട് ലാ മുബ്തദ അതിൻ്റെ ഇസ്മ എന്ന നിലക്ക് അതിന് നസ്ബ് ചെയ്യണം, ഖബറിന് റഫ്ഉം ചെയ്യണം. അപ്പൊ ലാൻ്റെ ഇസ്മ ഇവിടെ ഏതാ? ലാൻ്റെ ഇസ്മാണ് ലാ ഇലാഹ, ഇലാഹ എന്നുള്ളത്. ലാൻ്റെ ഇസ്മാണ് ഇലാഹ എന്നുള്ളത്. ഇലാഹ എന്നുള്ളത് നക്കിറയാണ്. ലാ ഇലാഹ, ഇലാഹ് ഇല്ല. ലാ നാഫിയ ലിൽ ജിൻസാണ്, ആ വർഗത്തെ തന്നെ നിഷേധിക്കും. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യാതൊരു ഇലാഹുമില്ല എന്നാണ് മാന. ലാന്റെ ഖബർ എവിടെ? ലാന്റെ ഖബർ അവിടെ പറയപ്പെട്ടിട്ടില്ല. അത് അവിടെ മുഖദ്ദറത്താണ്, മുഖദ്ദറാണ്, സങ്കല്പിക്കപ്പെടേണ്ടതാണ്. ലാ ഇലാഹ എന്ന ഇസ്മിന് ശേഷം അതിൻ്റെ ഖബർ സങ്കല്പിക്കപ്പെടണം. അതിൽ ഇഷ്കാലില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ എന്താണ് സങ്കല്പിക്കേണ്ടത്? അതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. പ്രസ്തുത വീക്ഷണ വ്യത്യാസം അതാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായത്. എന്തുകൊണ്ട്? ഇസ്ലാമിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്നതായ ചില സംഘടനകൾ, ഉദാഹരണത്തിന് മുഅ്തസിലിയത്ത്, അശ്അരിയത്ത് തുടങ്ങിയ സംഘടനകൾ, അതേപോലെ തന്നെ അഹ്ലുൽ കലാമിൻ്റെ ആളുകൾ, വചനശാസ്ത്ര പണ്ഡിതന്മാർ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ ലാ നാഫിയൽ ജിൻസിൻ്റെ ഖബറിനെ സങ്കല്പിച്ചത്
മൗജൂദുൻ എന്നാണ്. ലാ ഇലാഹ മൗജൂദുൻ എന്നാണ്. ഇങ്ങനെ മൗജൂദൻ എന്ന് സങ്കല്പിക്കാൻ കാരണം എന്താ? മൗജൂദൻ എന്ന് സങ്കല്പിക്കുവാൻ കാരണം അശ്അരികളും മുഅ്തസിലിയ കക്ഷിക്കാരും അഹ്ലുൽ കലാമിന്റെ വചനശാസ്ത്ര പണ്ഡിതന്മാരും അവർ ഗ്രീക്ക് ചിന്തകളിൽ നിന്നാണ് പലപ്പോഴും വിശ്വാസപരമായ കാര്യങ്ങൾ പലതും തേടിയെടുത്തിട്ടുള്ളത്. ഗ്രീക്ക് ചിന്തയിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അവർ അതിന് അൽ ഖാദിറു അലൽ ഇഖ്തിറാ, പടക്കുവാനും കണ്ടുപിടിക്കുവാനും കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഫാഇൽ എന്ന അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഫാഇൽ, ലാ ഫാഇല എന്നാണ് അർത്ഥം ഗ്രീക്ക് ചിന്തയുടെ അടിസ്ഥാനത്തിൽ. അവിടെ ഫാഇൽ എന്നുള്ളതിൻ്റെ ഉദ്ദേശം അൽ ഖാദിറു അലൽ ഇഖ്തിറാഇ വൽ ഖൽഖ്, സൃഷ്ടിക്കുവാനും കണ്ടുപിടിക്കുവാനും കഴിവുള്ളവൻ. അപ്പോൾ സൃഷ്ടിക്കുവാനും കണ്ടുപിടിക്കുവാനും കഴിവുള്ളവനായി ആരുമില്ല എന്നാണ്. അങ്ങനെ ഇലാഹിന് അർത്ഥം പറയുമ്പോൾ സങ്കല്പിക്കപ്പെടേണ്ട ഖബർ എന്താണ്? മൗജൂദുൻ എന്നാണ്. ലാ ഇലാഹ മൗജൂദുൻ എന്ന് പറഞ്ഞാൽ ലാ അൽ ഖാദിർ അലൽ ഇഖ്തിറാഇ മൗജൂദുൻ, കണ്ടുപിടിക്കുവാൻ കഴിവുള്ളവൻ ആയി യാതൊരാളും ഇല്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. ഈ ഗ്രീക്ക് ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അശ്അരികളുടെയും അതേപോലെ മുഅ്തസിലിയ കക്ഷിയുടെയും അതേപോലെ തന്നെ അഹ്ലുൽ കലാം വചനശാസ്ത്രത്തിലെ പല പണ്ഡിതന്മാരുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള നിർവചനം. എത്രമാത്രം അശ്അരികളിൽ പ്രധാനികൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന് ഈ അടിത്തറയിൽ നിന്ന് അർത്ഥം പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മുസ്തഗ്നിയൻ അമ്മാ സിവാഹു വലാ മുഫ്തഖിറൻ ഇലൈഹി കുല്ലു മാ അദാഹു ഇല്ലല്ലാഹ്, സ്വയം പര്യാപ്തനായി എല്ലാവർക്കും ആവശ്യക്കാരനായി ആരുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. സ്വയം പര്യാപ്തനായി എല്ലാവർക്കും ആവശ്യക്കാരനായി ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം പറഞ്ഞു. ആധികാരിക ഗ്രന്ഥങ്ങളിൽ, അശ്അരികളുടെ ഗ്രന്ഥങ്ങളിൽ വരെ കാണാൻ സാധിക്കും. സ്വയം പര്യാപ്തനായിട്ട് ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. എല്ലാവരുടേക്കും ആശ്രിതനായിട്ട് ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞു. ഈ അർത്ഥം അള്ളാഹുവിന് ഉലൂഹിയത്തിനെ തേടുന്നില്ല, പ്രത്യേക അള്ളാഹ്ക്ക് റുബൂബിയ്യത്തിനാണ് തേടുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആശ്രിതനായി, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ കൂടി വിശ്വാസമാണ്. അവരുടെ വിശ്വാസത്തെ മാത്രമേ ഇവരുടെ വാദപ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് തേടുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വചനങ്ങളിൽ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന ഖലഖഹുന്ന അൽ അസീസുൽ അലീം ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله فقل افلا تتقون തുടങ്ങി വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. സ്വയം പര്യാപ്തൻ അള്ളാഹു ആകുന്നു, മറ്റുള്ളവർക്കെല്ലാം ആശ്രിതനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നറിയിക്കുന്ന മുശ്രിക്കുകളുടെ
വിശ്വാസത്തെ അള്ളാഹു പറയുന്നുണ്ട്. പ്രസ്തുത വിശ്വാസത്തെ വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ പറയുന്നുണ്ട്. അവർ അള്ളാഹുവിനെ റബ്ബായി സമ്മതിച്ചിരുന്നു. റബ്ബായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ അശ്അരികളുടെയും മുഅ്തസിലിയ കക്ഷിക്കാരുടെയും അതേപോലെ തന്നെ അഹ്ലുൽ കലാമിൻ്റെ ആളുകളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഈ നിർവചനം അത് യഥാർത്ഥത്തിൽ പല മുസ്ലിമീങ്ങൾക്കും ഷിർക്കിൻ്റെ കവാടം തുറന്നിടുകയാണ് ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താ? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ, ഇലാഹി എന്ന് പറഞ്ഞാൽ ഫിആല് വസിനാണ്. കിതാബ് എന്ന് പറയുന്നത് പോലെ, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? മക്തൂബ്, എഴുതപ്പെട്ടത് എന്നാണ്. അതേപോലെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ്, മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ, ലാ മഅലൂഹ, ആരാധിക്കപ്പെടുന്നവനായിട്ട് ഇല്ല. ഹഖ്ഖുൻ അല്ലെങ്കിൽ ബിഹഖ്ഖിൻ, യഥാവിധം യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് ഇല്ല. അവിടെ സൂക്ഷ്മാലുക്കളായ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത് ലാ അന്നാഫിയയുടെ ഇസ്മ് ഇലാഹ എന്നുള്ളതാണ്. ഖബർ മുഖദ്ദറാണ്, സങ്കല്പിക്കപ്പെടേണ്ടതാണ്. സങ്കല്പിക്കേണ്ടത് ഹഖ്ഖുൻ എന്നാണ്, അല്ലെങ്കിൽ ബി ഹഖ്ഖിൻ എന്നാണ്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥം യഥാവിധമാവുക. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുവീൻ, നിങ്ങൾ വിജയം വരിക്കും എന്ന് പ്രഥമമായി അഭിസംബോധന ചെയ്ത മക്ക മുശ്രിക്കുകൾ അവരുടെ കയ്യിൽ ഇല്ലാതിരുന്ന തൗഹീദ്, ആ തൗഹീദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പറഞ്ഞ, പ്രഖ്യാപിക്കാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയുടെ വരുതിയിൽ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉൾപ്പെടുന്നതാകുന്നത്. അശ്അരികൾ പറഞ്ഞ നിർവചനപ്രകാരം, മുഅ്തസിലികൾ പറഞ്ഞ നിർവചനപ്രകാരം, അഹ്ലുൽ കലാമിൻ്റെ ആളുകൾ പറഞ്ഞ നിർവചനപ്രകാരം തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ആരാധ്യതയിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വരുതിയിൽ വരാതെ പോകും, പരിധിയിൽ ഉൾപ്പെടാതെ പോകും. അത് ഏറെ ഗൗരവമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഏതായാലും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ അധ്യായത്തിൻ്റെ പേര് ഇത് തൗഹീദിൻ്റെ തഫ്സീറാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിൻ്റെയും, യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാലും അത് മുത്തറാദിഫത്താണ്. പര്യായ പദങ്ങളെ അത്ഫ് ചെയ്തുകൊണ്ടാണ് അവിടെ അത് ഈ അധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത്. പര്യായ പദങ്ങളെ അത്ഫ് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം അർത്ഥത്തിൽ വ്യത്യാസം വേണ്ടതില്ലേ? അത് പണ്ഡിതന്മാർ നിർവഹിച്ചൊരു ചർച്ചയാണ്. അതിവിടെ നമ്മൾ വിശദീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗമേ അല്ലാത്തതിനാൽ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഏതായാലും തൗഹീദിൻ്റെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിൻ്റെയും വിശദീകരണമാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും ഒരു ഹദീസുമാണ് നൽകുന്നത്. എന്തിന്? ഇവിടെ പറഞ്ഞ തൗഹീദ് അത് ഉലൂഹിയത്ത്, ആരാധ്യതയിലുള്ള അള്ളാഹുവിൻ്റെ തൗഹീദാണ്. അപ്പോൾ ആരാധ്യതയിലുള്ള തൗഹീദിനെ അറിയിക്കുന്ന, വ്യക്തമാക്കുന്ന ആയത്തുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് തൗഹീദിൻ്റെ വിവരണം. ഒന്നാമത്തെ ആയത്ത് വഖൗലുല്ലാഹി തആല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. ഉലൈക അല്ലദീന യദ്ഊൻ, അവർ ദുആ ഇരക്കുന്നതായ അക്കൂട്ടർ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, തങ്ങളുടെ റബ്ബിലേക്ക് അവർ വസീലയെ കാംക്ഷിക്കുന്നു, തേടുന്നു. അയ്യുഹും അഖ്റബ്, അവർ തന്നെയും ഏറെ അടുത്തവരാണ്. വയർജൂന റഹ്മതഹു, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു.
വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 57-ാമത്തെ ആയത്ത്. ഇവിടെ ഉലായിക്കല്ലദീന യദ്ഊൻ, അവർ ദുആ ഇരക്കുന്നതായ അക്കൂട്ടർ. ആരാണ് ഇവിടെ ഉദ്ദേശം? ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഔലിയാ ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. തൊട്ടുമ്പത്തെ ആയത്ത് അതാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്നതായ ആരാധ്യന്മാർ, അവരെ നിങ്ങൾ ദുആ ഇരന്ന് നോക്കുക. അവരുടെ വിഷയത്തിൽ പ്രഖ്യാപിക്കാൻ പറയാണ്. എന്താ? ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങൾ ആരോടാണോ ദുആ ഇരക്കുന്നത്, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ, അവർ നിങ്ങളിൽ നിന്ന് ദുരിതം നീക്കുന്നത് ഉടമപ്പെടുത്തുന്നില്ല. വലാ തഹ്വീല, അവസ്ഥ മാറ്റാൻ പോലും, ദുരിതം നീക്കാൻ പോയിട്ട് ഒരു അവസ്ഥ മാറ്റാൻ പോലും അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുറമെ ദുആ ഇരക്കുന്നവരുടെ വിഷയത്തിൽ പറഞ്ഞിട്ട് പറയണം. ആ ദുആ ഇരക്കുന്നവർ ഉലായിക അക്കൂട്ടർ അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? യദ്ഊൻ, അവർ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നവരാണ്. യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല, അവർ റബ്ബിലേക്ക് വസീലയെ തേടുകയും ചെയ്യുന്നവരാണ്. റബ്ബിലേക്ക് വസീലയെ തേടുക, വസീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽപ്രവർത്തികൾ കൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തേടുക, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആവശ്യം തേടുന്നവരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നർത്ഥം. വയർജുന റഹ്മത്തഹു, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടുന്നു. വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർ ഭയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആയത്ത് തൗഹീദിൻ്റെ തഫ്സീറാണ് എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഇവിടെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നൽകിയതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എന്ന ഷഹാദത്തിൻ്റെ തഫ്സീറായിട്ട് വിവരണമായി വ്യക്തമാക്കലായി ഒന്നാമത്തെ ആയത്ത് ഇതാണ് കൊടുത്തത്. ഇതിൽ എന്താണ് തൗഹീദിൻ്റെ വിവരണമായിട്ടുള്ളത്? എന്താ തൗഹീദിൻ്റെ വിവരണമായിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചതായ അള്ളാഹുവിൻ്റെ ദാസന്മാർ, അടിയാറുകൾ, ഇഷ്ടദാസന്മാർ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബിലേക്ക് വസീലയെ തേടുന്നു, അവർ റബ്ബിനെ പ്രതീക്ഷിക്കുന്നു, റബ്ബിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, റബ്ബിൻ്റെ ശിക്ഷയെ ഭയക്കുന്നു. അപ്പോൾ തൗഹീദിൻ്റെ വിവരണമാണ് ദുആ. ഇഷ്ടദാസന്മാർ വരെ അള്ളാഹുവിനോട് ദുആയിരന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും ഇബാദത്തെടുത്തും അള്ളാഹുവിനെ ഏകനാക്കുന്നു. അപ്പോൾ തൗഹീദിൻ്റെ മാന എന്താ? ഇബാദത്ത് കൊണ്ട്, ദുആ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും അള്ളാഹുവിലേക്ക് ഏറെ സാമീപ്യം സിദ്ധിച്ചവരും അള്ളാഹുവിനെ ദുആ കൊണ്ട് ഏകനാക്കുന്നു. അപ്പോൾ ദുആ കൊണ്ട് ഏകനാക്കലാണ് തൗഹീദ്. അപ്പോൾ തൗഹീദിൻ്റെ ഒരു വിവരണമാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. അതിനുവേണ്ടിയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് ഇവിടെ തുടക്കത്തിൽ നൽകുകയുണ്ടായത്. ദുആ കൊണ്ട് ഇവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, ദുആ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുന്നു. അതേപോലെ തന്നെ ഖൗഫ് കൊണ്ടും റജാ കൊണ്ടും അവർ അള്ളാഹുവിനെ ഏകനാക്കുന്നു. അതുകൊണ്ടാണ് യർജൂന റഹ്മത്തഹു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർ പ്രതീക്ഷിക്കുന്നു. അതാണ് റജാ, പ്രതീക്ഷ. അതേപോലെ ഖൗഫ്, വയഖാഫൂന അദാബ്, അള്ളാഹുവിൻ്റെ അദാബിനെ അവർ ഭയക്കുന്നു. അപ്പോൾ ഇബാദത്തിൻ്റെ വിവിധ ഇനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാർ അള്ളാഹുവിനെ ഏകനാക്കുന്നു. അതാണ് തൗഹീദിൻ്റെ വിവരണം ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അടുത്ത ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് വഖൗലിഹി വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി. സൂറത്ത് സുഖ്റുഫിലെ 27-28 ആയത്ത്.
ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ എന്നുകൂടി ആയത്തിന്റെ പൂർത്തീകരണമായിട്ടുണ്ട്. അതിലെന്താ തൗഹീദിന്റെ തഫ്സീർ? വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം അത് നമ്മൾ ഓർക്കാനാ പറയുന്നത്. ആരോടാ പറഞ്ഞത്? ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവ് ആസറിനോട്, വ ഖൗമിഹി, തൻ്റെ ജനതയോട്. അപ്പോൾ ഉപ്പ ആസറിനോടും തൻ്റെ ജനതയോടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, ഇന്നനി തീർച്ചയായും ഞാൻ ബറാഉൻ, ഞാൻ ബറാ ആകുന്നു, ഞാൻ ബരീ ആകുന്നു, ഒഴിവാകുന്നു, നിരുത്തരവാദിയാകുന്നു. ഏതിൽ നിന്ന്? മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്. നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച, ഇല്ലായ്മയിൽ നിന്ന് എന്നെ പടച്ച അല്ലാഹു ഒഴികെ. ഫഇന്നഹു സയഹ്ദീൻ, കാരണം നിശ്ചയം അവൻ എനിക്ക് മാർഗം കാണിക്കുന്നു. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയണത്? തൻ്റെ ജനതയോടും പിതാവിനോടും ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. ഷിർക്കിൽ നിന്ന് ഒഴിവാണ്. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. എന്നാൽ ഷിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ ലാ ഇലാഹ എന്നുള്ളതിൻ്റെ മാന. ഇന്നനി ബറാ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ ഞാൻ ഒഴിവാണ്. എന്നാൽ ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച ഫാത്തിറായ അള്ളാഹു ഒഴികെ, അള്ളാഹുവിൽ നിന്ന് ഞാൻ ഒഴിവല്ല. അപ്പൊ ഇവിടെ അള്ളാഹുവിൽ നിന്ന് ഒഴികെ എന്ന് പറഞ്ഞു, അതാണ് ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഈ പ്രയോഗം, ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഇല്ലല്ലദീ ഫതറനി, എന്നെ പടച്ച അള്ളാഹുവിൽ നിന്നൊഴികെ എന്ന് പറയുമ്പോൾ ഈ വിഭാഗം ആളുകൾ അള്ളാഹുവേയും അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചിരുന്നു. അള്ളാഹുവെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്, അള്ളാഹുവിൽ നിന്നൊഴികെ. അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെയും ആരാധിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഒഴികെയുള്ള അവരുടെ ആരാധ്യന്മാരൊക്കെ ഒഴിവാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാതൊരു ആരാധ്യന്മാരുമില്ല അള്ളാഹു ഒഴികെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ സാക്ഷ്യത്തിൻ്റെ അതേ തേട്ടമാകുന്നു ഈ ആയത്ത്. ഇവിടെ തൗഹീദിൻ്റെ തഫ്സീറായി, വിവരണമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെ വിവരണമായിട്ടാണ് ഈ ആയത്ത് നൽകിയത്. അപ്പോൾ ഈ ആയത്തിൽ എന്തുണ്ട്? രണ്ട് കാര്യമുണ്ട്. തൗഹീദിൻ്റെ വിവരണമാണ് അള്ളാഹു ആരാധ്യനാണെന്ന് സമ്മതിക്കൽ, അള്ളാഹുവിനെ മാത്രമാക്കൽ. തൗഹീദിൻ്റെ വിവരണമാണ് അള്ളാഹു ഒഴികെയുള്ളവരെ ഒഴിവാക്കൽ, അവരിൽ നിന്ന് ഒഴിവാകൽ. അൽ ബറാഅത്തു മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് ഒഴിവാകൽ. ഷിർക്കിൽ നിന്ന് ഒഴിവാക്കൽ, അത് തൗഹീദിൻ്റെ തേട്ടമാണ്. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഏതിൽ? ആരാധനയിൽ, രക്ഷാകർതൃത്വത്തിൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ. അത് മാത്രം മതിയോ? അത് മാത്രം അള്ളാഹു ഒഴികെ ആരാധിക്കപ്പെടുന്നവരിൽ നിന്ന് ഒഴിവാകണം. ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, അതും തൗഹീദിൻ്റെ തേട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ തൗഹീദിൻ്റെ വിവരണത്തിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹു അല്ലാത്തവരെ ഒഴിവാക്കുക, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവരെ വിട്ടൊഴിയുക എന്നുള്ളത്. അത് പഠിപ്പിക്കാനാണ് ഇവിടെ
ഈ ആയത്തിനെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്. സൂറത്തുൽ മുംതഹിനയിൽ ഈ ഭാഗം ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത് പിന്നീട് ഇവിടെ കിതാബ് തൗഹീദിന്റെ ചില അധ്യായങ്ങൾ വരും. ഇദ് ഖാലു ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദൻ എന്ന് തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം ഉണർത്തുന്നുണ്ട്. അപ്പോൾ തൗഹീദിന്റെ വിവരണം അതെന്തിനെ അറിയിക്കുന്നു? ഷിർക്കിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് പ്രഖ്യാപിക്കുന്നതിനെ അറിയിക്കുന്നു. അതിന് വേണ്ടിയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഇവിടെ നൽകുകയുണ്ടായത്. അപ്പോൾ ഞാൻ തൗഹീദിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ പോരാ, ഒരാൾ ഞാൻ മുവഹീദാണെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് വേണം? തൗഹീദ് പറയുന്നതോടൊപ്പം ഷിർക്കിനോട് വെറുപ്പും ഷിർക്കിനോട് ഒഴിവും അതേപോലെ തന്നെ ഷിർക്കിലുള്ള കുഫറും അവിശ്വാസവും ഉണ്ടായിരിക്കണം. ഷിർക്കിൻ്റെ ആളുകളിൽ നിന്ന് നിരുത്തരവാദിയാകണം, ഷിർക്കിൽ നിന്ന് നിരുത്തരവാദിയാകണം. ഷിർക്കിനോട് കൂറുള്ളവനായി, ഇഷ്ടമുള്ളവനായി, അതിനോട് എതിർപ്പില്ലാത്തവനായി, ഷിർക്കിനെതിരിൽ സംസാരിക്കാത്തവനായിട്ടൊരു മുവഹീദ് ഉണ്ടാവില്ല. മനസ്സ വാച കർമ്മണ ഷിർക്കിനോട് എതിരായിരിക്കണം ഒരു മുവഹീദ്. അപ്പോഴാണ് മുവഹീദാകുക. മനസ്സുകൊണ്ട് ഷിർക്കിനെ വെറുക്കണം, നാവ് കൊണ്ട് ഷിർക്കിനെ എതിർക്കണം, അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടും ഷിർക്കിനെ എതിർക്കണം. എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ. ഷിർക്കിൻ്റെ അഹ്ലുകാർ അവർ ഷിർക്ക് ചെയ്യുന്നത് കാരണത്താൽ അവരോട് ആ വിഷയത്തിൽ വെറുപ്പാണ്, എതിർപ്പുമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. സൂറത്തുൽ മുംതഹിനയിലെ ആയത്തിൻ്റെ വിവരണം നമ്മൾ വായിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകളോടുള്ള പ്രഖ്യാപനത്തിൽ പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുത പ്രകടമായിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ. അപ്പോൾ അതാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് കൊണ്ടുവന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ ആയത്ത് ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥമാണ് കൃത്യമായിട്ട് തേടുന്നത്. മൂന്നാമത്തെ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകിയത് സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്താണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ഇത്തഖദു ജൂത ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് അള്ളാഹു പറയുന്നത്. അവർ സ്വീകരിച്ചു അഹ്ബാറഹും അവരുടെ അഹ്ബാറിനെ, വറുഹ്ബാനഹും അവരുടെ റുഹ്ബാനെയും, അർബാബൻ മിൻ ദൂനില്ലാഹ് അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ റബ്ബുകളായി. അഹ്ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ജൂത പണ്ഡിതന്മാർക്ക് പറയാറുണ്ട്. ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഹബർ വന്നു എന്നാണ്, ജൂത പുരോഹിതൻ വന്നു എന്നർത്ഥത്തിൽ. സഅദ് ബിൻ സഅനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹബറുൽ യഹൂദ്, ജൂതരുടെ ഹബറാണോ പുരോഹിതനാണോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ജൂത പുരോഹിതന്മാർക്കാണ് അഹ്ബാർ എന്ന് പറയാം. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് പറയുന്ന പേരാണ്. ക്രൈസ്തവരിലെ ധ്യാനികൾ, സന്യാസികൾ. അതുകൊണ്ടാണ് ഇവരിലേക്ക് ചേർത്താണ് റുഹ്ബാനിയത്ത്, ക്രൈസ്തവ പുണ്യാള ചരിത്രത്തിലെ ആ സന്യാസ ജീവിതം, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പുണ്യാള ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന റുഹ്ബാനിയത്ത് ഇതിലേക്ക് ചേർത്തിട്ടാണ്, റുഹ്ബാൻ എന്നതിലേക്ക് ചേർത്താണ്. ഈ ക്രൈസ്തവരുടെ പുണ്യാളന്മാരായിട്ട് സെൻറ്റ് ആൻ്റണി, അതേപോലെ തന്നെ സെൻറ്റ് പോൾ, അതേപോലെ സെൻറ്റ് ജെറോമീൻ, സെൻറ്റ് അഗാസി, സെൻറ്റ് അബ്രഹാം, സെൻറ്റ് സൈമൺ സ്റ്റൈലാറ്റ്സ്, അതേപോലെ സെൻറ്റ് ജെറോം തുടങ്ങി കുറേ സെൻറ്റുമാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്യാസിമാരുടെ ജീവിതത്തിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് റുഹ്ബാനിയത്താണ്. വറുഹ്ബാനിയതൻ ഇബ്തദഊഹ.
വേദത്തിൻ്റെ പിന്തുണയില്ലാതെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശമില്ലാത്ത റുഹ്ബാനിയത്ത്, അത് ഈ പുരോഹിതന്മാർ നൂതനമാക്കി മതത്തിലുണ്ടാക്കിയ സംഗതിയാണെന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ അവിടെ റുഹ്ബാനിയത്ത് എന്നാണ് പറഞ്ഞത്. ഈ റുഹ്ബാനിയത്തിൻ്റെ ആളുകളാണ് റാഹിബ് റുഹ്ബാൻ. അപ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാരാണ്. അവരിലെ പണ്ഡിതന്മാരെന്ന് ആയാലും അവരിലെ പുരോഹിതന്മാരായാലും ക്രൈസ്തവരെ പുരോഹിതർക്കാണ് റുഹ്ബാൻ എന്ന് പറയാം. അഹ്ബാർ എന്നുള്ളത് ജൂത പുരോഹിതന്മാർക്കും പറയും. പിന്നീട് പണ്ഡിതന്മാർക്ക് വേദക്കാരിലെ പണ്ഡിതന്മാർക്ക് അഹ്ബാർ എന്ന് മൊത്തത്തിൽ പറയും. വേദത്തിൻ്റെ പുരോഹിതന്മാർക്ക് റുഹ്ബാൻ എന്നും മൊത്തത്തിൽ പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ അർത്ഥം പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. ഏതായാലും ക്രൈസ്തവരിലെയും ജൂതന്മാരിലെയും പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരെയാണ് ആയത്ത് ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവരും ജൂതരും വേദത്തിൻ്റെ ആളുകൾ ഇത്തഖദു അവർ സ്വീകരിച്ചു അഹ്ബാറഹും വറുഹ്ബാനഹും അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബ മിൻ ദൂനില്ലാ അള്ളാഹുവെ കൂടാതെ റബ്ബുകളായി സ്വീകരിച്ചു. റബ്ബുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധിക്കപ്പെടുന്നവരായിട്ട് സ്വീകരിച്ചു എന്നാണ്. റബ്ബ് എന്നുള്ളത് മഅബൂദ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. അതുകൊണ്ടാണ് കവി പറഞ്ഞത് അറബ്ബുൻ യബൂലു സഅലബാനു ബിറഅസിഹി ലഖദ് ഹാന മൻ ബാലത് അലൈഹി സഅലുബു. ഒരു സന്യാസി നേരം പുലരുമ്പോൾ തൻ്റെ പൂജാദ്രവ്യങ്ങൾ എടുത്തിട്ട് ഒരു കല്ലിനെ ഒരു മൂർത്തിയായിട്ട് പൂജിക്കുന്ന ആളായിരുന്നു. പൂജിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു നായ അയാൾ പൂജിക്കാൻ പോകുന്ന കല്ലിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കണം കാല് പൊന്തിച്ച്. ഇയാൾ അതിനാണ് പൂ എറിയാൻ പോണത്. അപ്പോൾ അതിന്മേലാണ് നായ പാത്തണത്. അപ്പോൾ ഇയാളെ പൂജക്കൊട്ട ഒരൊറ്റ എറിഞ്ഞിട്ട് പറയണം അറബ്ബു യബൂലു സഅലബാനു ബിറഅസിഹി ലഖദ് ഹാന മൻ ബാലത് അലൈഹി സഅലുബു. കുറുക്കന്മാർ മൂത്രമൊഴിക്കുകയാണ്, അതുപോലും തടുക്കാൻ കഴിയാത്തവൻ ആ റബ്ബാകുമോ എന്നാണ്, ആരാധിക്കപ്പെടുന്നവൻ ആകുമോ എന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ അവിടെ മഅബൂദ് എന്ന അർത്ഥത്തിൽ റബ്ബ് പ്രയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് അർബാബ് മിൻ ദൂനില്ലാ അള്ളാഹുവോടൊപ്പം അർബാബുകളായി അഥവാ റബ്ബുകളായി സ്വീകരിച്ചു, ആരാധിക്കപ്പെടുന്നവരായിട്ട് സ്വീകരിച്ചു. ഇവിടെ എന്താണ് റബ്ബായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ? ഹദീസിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഈ അഹ്ബാറും റുഹ്ബാനും അള്ളാഹു ഹലാലാക്കിയത് വേദത്തിൻ്റെ ആളുകൾക്ക് ഹറാമാക്കി കൊടുക്കും. അതേപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയതിന് ജനങ്ങൾക്ക് ഹലാലാക്കിയും ചെയ്തു കൊടുക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുക, അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുക, ഇതായിരുന്നു ജൂതന്മാരിലെയും ക്രൈസ്തവരിലെയും റുഹ്ബാനും അഹ്ബാറിനും പണി. ഇവർ ഹലാലാക്കുന്നതും ഹറാമാക്കുന്നതും ജനങ്ങൾ അപ്പടി സ്വീകരിക്കുകയും അതിന് വഴിപ്പെടുകയും ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിധി നിശ്ചയാധികാരം, വിധി നിർണയാവകാശം അത് ഈ ജനങ്ങൾ അവരുടെ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും വകവെച്ച് നൽകി. യഥാർത്ഥത്തിൽ ശാസനാധികാരവും അതേപോലെ തന്നെ ഹലാലും ഹറാമും നിശ്ചയിക്കലും അള്ളാഹുവിൻ്റെ ഹക്കാണ്, അവകാശമാണ്. ഈ അള്ളാഹുവിൻ്റെ ഹക്ക് മറ്റുള്ളവർക്ക് വകവെക്കൽ ഷിർക്കാണ്. വേദത്തിൻ്റെ ആളുകൾ ഈ ഷിർക്കിലാണ് അകപ്പെടുകയുണ്ടായത്. അപ്പോൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ തൗഹീദിൻ്റെ തഫ്സീറായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറായിട്ട് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? തൗഹീദിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിൽപ്പെട്ടതാണ്. അള്ളാഹു ഹലാലാക്കിയത് ഹലാലായിട്ട് സ്വീകരിക്കുക, അള്ളാഹു ഹറാമാക്കിയത് ഹറാമാക്കിയിട്ട് സ്വീകരിക്കുക. അതിലാരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ മത നേതാക്കളെയും മറ്റും അതിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തൗഹീദിന് വിരുദ്ധാണ്. അത് തൗഹീദിൻ്റെ തേട്ടത്തിന് നേരെ വിപരീതമാണ്. അത്
സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഷിർക്ക് വരാൻ പാടുള്ളതല്ല എന്ന് ആയത്ത് അറിയിക്കുന്നത് കാരണത്താലാണ് അത് തൗഹീദിൻ്റെ വിവരണമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൻ്റെ വിവരണമായിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവരികയുണ്ടായത്. അവസാനത്തെ ആയത്ത് വഖൗലുഹു വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ് അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. വമിനൻ നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്. മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തബഈദിന്റെ മിന്നാണ്. ജനങ്ങളിൽ ചിലരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? മൻ യത്തഖിദു വമിനൻ നാസി മൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്. യത്തഖിദു മിൻ ദൂനില്ലാഹ് അൻദാദ, അള്ളാഹുവെ കൂടാതെ അവർ അൻദാദിനെ, അൻദാദ് എന്ന് പറഞ്ഞാൽ സമന്മാരെ സ്വീകരിക്കും. എന്നിട്ട് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, യുഹിബ്ബൂനഹും ഈ സമന്മാരെ ഈ ആളുകൾ ഇഷ്ടപ്പെടും, കഹുബ്ബില്ലാഹ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ പോലെ, അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെന്ത് ചെയ്യും? ഈ സമന്മാരെയും ഇഷ്ടപ്പെടും. ഇതാണ് ഷെയ്ഖ് ഈ ആയത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ താഴെ കൊണ്ടുവന്ന നാലാമത്തെ ആയത്ത്. ഈ ആയത്ത് അറിയിക്കുന്നത് എന്താ? മുശ്രിക്കീങ്ങൾ അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ചിരുന്നു. എന്നിട്ട് ആ സമന്മാരെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു? രണ്ട് നിലയ്ക്ക് വിവരണം വന്നിട്ടുണ്ട്. ഒന്ന്, മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ സമന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എത്ര അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിരുന്നു അതേപോലെ ഈ സമന്മാരെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. വേറെ ചില തഫ്സീറുകളിൽ വന്നത് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നുവോ അതേപോലെ ഇവർ അവരുടെ സമന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നു. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെയായിരുന്നു മുശ്രിക്കീങ്ങൾ അവരുടെ സമന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നത്. പ്രബലമായിട്ടുള്ള അർത്ഥവും വിവരണവും ആദ്യം പറഞ്ഞതാണ്. അഥവാ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അവരുടെ സമന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നു. സമന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെയാണ്. ഖ എന്നുള്ളതിന് അവിടെ മിസിൽ എന്നുള്ള അർത്ഥം, അതുപോലെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ സമന്മാരെ സ്വീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്ത്? അള്ളാഹുവിന് തുല്യത കൽപ്പിച്ചു. സമന്മാരെ സ്വീകരിക്കുകയും എന്നിട്ട് സമന്മാരെ ഇഷ്ടപ്പെടുകയും ചെയ്തതിലൂടെ. ഈ സ്വഭാവം മുശ്രിക്കുകൾക്കുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ബഹുദൈവ വിശ്വാസികൾ നരകത്തിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ആരാധ്യന്മാരെ നോക്കിയിട്ട് പറയണം, അള്ളാഹുവാണ് സത്യം, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എപ്പോൾ? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ സമപ്പെടുത്തിയ സന്ദർഭത്തിൽ. ദുനിയാവിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തിരുന്നു? നുസവ്വീക്കും, ഞങ്ങൾ സമപ്പെടുത്തിയിരുന്നു നിങ്ങളെ. ആരോട്? ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട്. അപ്പോൾ അള്ളാഹു അല്ലാത്ത അവർ ആരാധിച്ചിരുന്ന ആളുകളെ അള്ളാഹുവിനോട് അവർ സമപ്പെടുത്തിയതിനെ കുറിച്ച് പറയാണ്. നിങ്ങളെ ഞങ്ങൾ അള്ളാഹുവിനോട് സമപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എവിടെ സമപ്പെടുത്തിയത്? മുസ്ലിയാക്കന്മാർ ഈ ആയത്തും ധരിച്ചിട്ട് പറയാറുള്ളത് സമദീയത്തിൻ്റെ വിഷയത്തിലാണെന്ന്. വേറെ പടച്ചോനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ വിഷയത്തിൽ, അങ്ങാൻ പടച്ചോനുണ്ട് എന്ന് പറഞ്ഞ വിഷയത്തിലല്ല. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഈ സമപ്പെടുത്തലുണ്ടല്ലോ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയ വിഷയത്തിലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ള അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പടപ്പുകളെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് വെക്കലാണ്. ആ രീതിയിലായിരുന്നു ഇവർ സമപ്പെടുത്തിയിരുന്നത്. അതാണ് ഇവിടെ ആയത്തിൽ പറയുന്നത്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, മഹബ്ബത്തിലുള്ള തസ്വിയത്ത്. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന പോലെ അവരുടെ ആരാധ്യന്മാരെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്ത്? സമപ്പെടുത്തി. അതാണ് ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് ഞങ്ങൾ നിങ്ങളെ സമപ്പെടുത്തിയ സന്ദർഭത്തിൽ ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് നരകവാസി അവിടെ വെച്ചിട്ട് പറയുന്നത്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഇവിടെ എന്തിനാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് നാലാമത് കൊണ്ടുവന്നത്? തൗഹീദിന്റെ വിവരണമായി.
തൗഹീദിന്റെ വിവരണമായിട്ട് ഇവിടെ ഇത് കൊണ്ടുവന്നത് അള്ളാഹുവിന് പ്രത്യേകമായത് അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. അത് തൗഹീദിൻ്റെ തേട്ടമാണ്, തൗഹീദ് അറിയിക്കുന്ന വിഷയവുമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അവസാനമായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് ഈ അധ്യായത്തിൽ നൽകുന്നത്. പ്രസ്തുത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ, വക്കഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിനെ അവിശ്വസിക്കുകയും ചെയ്താൽ, ഹറുമ മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അവന്റെ രക്തവും പവിത്രമായി, വഹിസാബുഹു അലല്ലാഹ്, അവന്റെ വിചാരണ അള്ളാഹുവിന്മേലാകുന്നു. എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? തൗഹീദിന്റെ തഫ്സീറായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറായി. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം മതിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? പോരാ, പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ. രക്ഷപ്പെടണമെങ്കിൽ, ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? വക്കഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിനെ അവിശ്വസിക്കുകയും വേണം. അവിടെ വാവ് അത്ഫിന്റെ വാവാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞിട്ട് വാവെന്ന്, അത് അത്ഫിന്റെ വാവാണ്. വക്കഫർ, അവിശ്വസിക്കുകയും വേണം. ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിൽ. അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നത് ആരായാലും, അത് തങ്ങൾ ആരാധിക്കപ്പെടുന്നതിൽ ഇഷ്ടപ്പെടുന്നവരാകട്ടെ, ആരാധിക്കപ്പെടുന്നതിൽ അനിഷ്ടമുള്ളവരും അതിനെ എതിർക്കുകയും ചെയ്തവരാകട്ടെ, ആരായാലും അവിശ്വസിക്കണം. ഇപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം താൻ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടപ്പുകൾ ആരാധിക്കപ്പെടുന്നതിനെതിരിൽ പടവെട്ടിയ, അതിനെതിരിൽ ദഅവത്ത് നടത്തിയ, അതിനുവേണ്ടി ജീവിച്ച മഹാനായ പ്രവാചകനാണ്. അതേപോലെ തന്നെ ദുആ ഇരന്നും സഹായാർത്ഥനം നടത്തിയ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആരാധിക്കപ്പെടുന്നുണ്ട്. ജീലാനി താൻ ആരാധിക്കപ്പെടുന്നതും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതും തേടപ്പെടുന്നതും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അത് സമ്മതിക്കുന്ന വ്യക്തിയോ അല്ല. പ്രത്യുത അതിനെതിരിൽ ദഅവത്ത് നടത്തുകയും തൻ്റെ ശിഷ്യഗണങ്ങളോട് അദ്ദേഹം ഉത്ബോധനം നടത്തി ദഅവത്ത് നടത്തി ജീവിച്ചു മരിച്ച മഹാനാണ്. അപ്പൊ തങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കൂടി, അംഗീകരിക്കാതിരുന്നിട്ട് കൂടി ആരാധിക്കപ്പെടുന്നവരുണ്ട്. അത്തരം ആളുകൾ ആരാധിക്കപ്പെടുന്നതിൽ അവിശ്വസിക്കണം. അതേപോലെ തന്നെ ചിലർക്ക് ആരാധിക്കപ്പെടുന്നത് ഇഷ്ടമാണ്, അങ്ങനെ ഉള്ള ആരാധ്യന്മാരുണ്ട്, അവരെയും അവിശ്വസിക്കണം. ചിലത് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരട്, മൂർഖൻ പാമ്പ്, ഇങ്ങനത്തെ ആരാധ്യന്മാരാണ്. അതും അവിശ്വസിക്കപ്പെടണം. അപ്പോൾ വക്കഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവർ അവിശ്വസിക്കപ്പെടുകയും വേണം. അങ്ങനെ ആയാൽ എന്താ? ഹറുമ മാലുഹു വദമുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും പവിത്രായി, അവന് മുസ്ലിമായി. അവരോട് ജിഹാദ് ഇല്ല എന്നർത്ഥം. ജിഹാദ് ആവശ്യമായ സന്ദർഭങ്ങളിൽ ജിഹാദ് ചെയ്യേണ്ടവരോട് ജിഹാദ് ഉണ്ട്. ജിഹാദിന്റെ ഭൂമികയിൽ ശത്രുവെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്തമോ അവൻ്റെ സമ്പത്തോ പവിത്രമല്ല. അവൻ്റെ സമ്പത്ത് ഗനീമത്തായിട്ട് എടുക്കും, അവൻ്റെ രക്തം ചിന്തും ജിഹാദിന്റെ സന്ദർഭങ്ങളിൽ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവർ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരുടെ സമ്പത്തും ശരീരവും പവിത്രമായി. അത് ചിന്തപ്പെടാൻ പാടുള്ളതല്ല. അതേപോലെ വഹിസാബുഹു അലല്ലാഹ്, അവൻ്റെ വിചാരണ അള്ളാഹുവിന്മേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവെ കൂടാതെ ആരാധിക്കുന്നവരെ അവിശ്വസിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആത്മാർത്ഥമായിട്ടാണോ? അവൻ പറഞ്ഞത് തടി സലാമത്താക്കാനാണോ? അവൻ പറഞ്ഞത് വാളന്ന് രക്ഷപ്പെടാനാണോ? ഇങ്ങനെയൊന്നും നമ്മൾ ആലോചിച്ച് അവൻ്റെ ഹൃദയം ചികന്നു നോക്കേണ്ട അവസ്ഥ നമുക്കില്ല. അത്തരം പ്രഖ്യാപനം നടത്തിയവരുടെ വിചാരണ അവർ ആത്മാർത്ഥമായിട്ടാണോ പറഞ്ഞത്? അതല്ല,
കാപട്യമായിട്ടാണോ? അത് അള്ളാഹുവിലേക്ക് വിടേണ്ടതാണ്. അതിനുള്ള വിചാരണ അത് അള്ളാഹു ബാധ്യതയായി ഏറ്റതാണ്. നമ്മൾ വിചാരണ നടത്തിയിട്ട് പിന്നെ നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു മുറ അവർക്ക് നേരെ പ്രയോഗിക്കേണ്ട വിഷയമില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ ആ വചനം ഉള്ളത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അപ്പം ഇവിടെ ഈ തിരുമൊഴി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഹറുമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ് എന്നുള്ളത് എന്തിനാണ് തൗഹീദിൻ്റെ തഫ്സീറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ തഫ്സീറിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്? തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കലാണ്. അതോടൊപ്പം അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവരെ അവിശ്വസിക്കൽ കൂടിയാണ്. ഈ അവിശ്വസിക്കൽ അത് തൗഹീദിൻ്റെ വിവരണത്തിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം നമ്മൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് കഴിയുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.